കഴിഞ്ഞ കുറച്ചു നാളുകളായി എന്ന് പറഞ്ഞാൽ പോരാ, മാസങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സമരമാണ് മുനമ്പം സമരം. വലിയ രാഷ്ട്രീയ മാനങ്ങൾ സമരത്തിനുണ്ടായിരുന്നു, വലിയ ചർച്ചയുണ്ടായിരുന്നു. ആ സമരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സമരപ്പന്തലിൻ്റെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. 3-4 ആൾ മാത്രമാണ് ഇപ്പോൾ സമരപ്പന്തലിലുള്ളത്. 200-300 പേർ ഒത്തുകൂടിയിരുന്ന സമരപ്പന്തലിൽ ഇപ്പോഴുള്ളത് വെറും 3-4 പേർ മാത്രം. നേരത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഒഴുക്കായിരുന്നു മുനമ്പത്തേക്ക്. ആദ്യം പോയത് കോൺഗ്രസ് നേതാക്കളാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ നേരിട്ട് പോയി 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയും, സംസ്ഥാന സർക്കാർ അത് ചെയ്യുന്നില്ല, സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നു, തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുന്നു, അങ്ങനെ ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമരത്തിന് ഒരു രാഷ്ട്രീയ മാനം നൽകാൻ ശ്രമിച്ചു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന്. 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ അത് എങ്ങനെ എന്ന് മാത്രം പറഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം. അത് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അധികാരം തരൂ, അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ ബി.ജെ.പി വലിയ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തിയത്. മുസ്ലിം വിരുദ്ധ വികാരം കത്തിക്കാൻ മുനമ്പം സമരത്തെ ഉപയോഗിച്ചു. ബി.ജെ.പി നേതാക്കൾ ഒന്നടങ്കം മുനമ്പത്തേക്ക് കുതിച്ചു. കാരണം വഖഫ് പ്രശ്നം ഉൾപ്പെട്ട ഭൂമിയാണ്, വഖഫ് ഭൂമിയാണ് എന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിലേക്ക് സംഭവത്തെ എത്തിക്കാൻ കഴിയും. അത് രാഷ്ട്രീയമായി മുതലെടുക്കാം, കേരളത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാം, ക്രൈസ്തവ മതവിഭാഗത്തെയും മുസ്ലിം മതവിഭാഗത്തെയും 2 തട്ടിലാക്കാം. ഇതൊക്കെയായിരുന്നു കുറുക്കനെ പോലെ ബി.ജെ.പി നേതാക്കൾ കണക്ക് കൂട്ടിയത്, ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ. എന്നാൽ അവസാനം എന്താണ് സംഭവിച്ചത്? ബി.ജെ.പി പറയുന്നതെല്ലാം തെറ്റാണ്. വഖഫ് നിയമ ഭേദഗതി മുനമ്പത്തിന് ഗുണം ചെയ്യില്ല എന്ന് തിരിച്ചറിഞ്ഞു മുനമ്പം നിവാസികൾ. ബി.ജെ.പി ഇത്രയും നാൾ മുനമ്പം നിവാസികളെ മുന്നിൽ നിർത്തി കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അവസാനം സമരസമിതി കൺവീനർ പറഞ്ഞു, സംസ്ഥാന സർക്കാർ വിചാരിച്ചാലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അവിടെ എത്തിയ കാര്യം. നേരത്തെ സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചവരാണ്. അവർ ഇപ്പോൾ പറയുന്നത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ, പിണറായി വിജയൻ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം, അതിനുള്ള നീക്കങ്ങൾ നടത്തണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ബി.ജെ.പി നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ മുനമ്പത്തേക്ക് കുതിച്ചു, അവിടെ തമ്പടിച്ചു. വി മുരളീധരൻ, സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ബി.ജെ.പിയുടെ ഒട്ടുമിക്ക നേതാക്കളും മുനമ്പത്തേക്ക് കുതിച്ചു. മുനമ്പം നിവാസികൾ അവരെ സ്വീകരിച്ചു. അവസാനമാണ് വഖഫ് ഭേദഗതി നിയമം വരുന്നു എന്നറിഞ്ഞത്. അതോടുകൂടി ആഹ്ലാദത്തിലായിരുന്നു മുനമ്പം നിവാസികൾ. കാരണം അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ബി.ജെ.പി നേതാക്കൾ. വഖഫ് നിയമ ഭേദഗതി വന്നാൽ പ്രശ്നം മുഴുവൻ പരിഹരിക്കും, മുനമ്പം നിവാസികൾക്ക് ഭൂമിയും വീടും തിരിച്ചു കിട്ടും, ഇതൊക്കെയായിരുന്നു പറഞ്ഞത്. അവസാനം കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ തന്നെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. വഖഫ് നിയമ ഭേദഗതി കൊണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയില്ല, സംസ്ഥാനത്ത് പ്രശ്നം പരിഹരിക്കണം, കോടതിയിൽ പോയി പ്രശ്നം പരിഹരിക്കണം എന്ന് വെച്ചാൽ എന്താണോ ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടേക്ക് തന്നെ കാര്യങ്ങളെത്തി. സംസ്ഥാന സർക്കാർ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിനെ നിരന്തരം വിമർശിച്ചവർ ഇപ്പോൾ മിണ്ടുന്നില്ല, അവർ മുനമ്പത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മുനമ്പത്തേക്ക് പോകുന്നില്ല, ബി.ജെ.പി നേതാക്കൾ മുനമ്പത്തേക്ക് പോകുന്നില്ല. സമരപ്പന്തലിൽ ആളില്ല. ആരാണ് സമരം പൊളിച്ചത്? കോൺഗ്രസും ബി.ജെ.പിയും ചേർന്ന്. ആ മനുഷ്യരുടെ കണ്ണീരിന്റെ വില വിറ്റ് വോട്ടാക്കാൻ ശ്രമിച്ചവർ കോൺഗ്രസും UDF-ഉം ബി.ജെ.പിയുമായിരുന്നു. അന്ന് തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞു, ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, പ്രശ്നം പഠിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, കമ്മീഷൻ പരിശോധിച്ച് പോംവഴി നിർദ്ദേശിക്കട്ടെ, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ഒരു തരത്തിലും അവിടെ നിന്ന് ആരെയും കുടിയിറക്കില്ല, പ്രശ്നം സങ്കീർണമാണ്, പരിഹരിക്കാൻ സമയമെടുക്കും എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് കുറച്ചു ചാടിയവരുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വർഗീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവരുണ്ട് മറുവശത്ത്. ഇവരാണ് സമരം പൊളിച്ചത്. കാരണം ബി.ജെ.പി പറയുന്നത് കേട്ട് വല്ലാതെ
അതിനു പുറകെ പോയി മുനമ്പം നിവാസികൾ അവസാനം അവർക്ക് മനസ്സിലായി ഞങ്ങൾ പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്ന്. അപ്പോഴേക്കും ആകെ അന്തചിത്രം വന്നു. സമരസമിതിക്കകത്ത് ആര് പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. അതോടുകൂടി സമരം തന്നെ പൊളിഞ്ഞ് വീണു എന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ സമരപ്പന്തലിൽ 1-2 പേർ വന്നിരിക്കുന്നു എന്ന് മാത്രം. നേരത്തെ 100-200 പേർ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന സമരപ്പന്തലിലാണ് ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥ. കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു, കൊടികൾ അതല്ലെങ്കിൽ ബാനറുകളൊക്കെ അഴിഞ്ഞു വീണിരിക്കുന്നു. പന്തൽ ഏത് നിമിഷവും നിലം പൊത്താറായ അവസ്ഥയിലാണ് ഉള്ളത്. ഇതാണ് പറയുന്നത്, കുറച്ചാളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും, എന്നാൽ എല്ലാ കാലത്തേക്കും പറ്റില്ല എന്ന്. ഇപ്പോൾ BJP നേതാക്കൾ മുനമ്പത്തെക്കുറിച്ച് മിണ്ടുന്നില്ല, UDF നേതാക്കൾ മുനമ്പത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പോൾ മുനമ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സംസ്ഥാന സർക്കാർ മാത്രം.